സമ്പന്നമായ കുടുംബത്തിൽ പിറന്ന ഒരാൾ അല്ലലും അലച്ചിലുമില്ലാത്ത സുഖജീവിതം ഉപേക്ഷിച്ച് അഭിനയമോഹവുമായി വീട് വിട്ടിറങ്ങുകയായിരുന്നു. അഭിനയത്തോട് ജോണിന് ഭ്രാന്തമായ ആവേശമായിരുന്നു. അമച്ചർ നാടകങ്ങളിലൂടെ നടന വൈഭവം തെളിയിച്ച ശേഷമായിരുന്നു പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള കാൽവയ്പ്. അക്കാലത്തെ പ്രഗത്ഭരായ അഭിനേതാക്കളോടൊപ്പം അരങ്ങു പങ്കിടാൻ കഴിഞ്ഞത് ജോണിലെ നടന് ഭാഗ്യമായി. കണ്ടും കേട്ടും അനുഭവിച്ചും അഭിനയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുമായിരുന്നു മുന്നോട്ടുള്ള യാത്ര. കാളിദാസകേന്ദ്രത്തിലേക്ക് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് 18 വയസ്സ് പ്രായം. കാലാക്കൽ കുമാരനാണ് കാളിദാസനിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് മലയാള നാടകവേദിയിലെ പ്രഗത്ഭരായ ആൾക്കാരാണ് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഓഫീസ് മുഴുവൻ ഇരുന്നത്. പി കെ കുറവൻ നായർ, കെ ബാലകൃഷ്ണൻ, തെങ്ങോം ബാലകൃഷ്ണൻ, കാമ്പശ്ശേരി കരുണാകരൻ, ON വി കുറുപ്പ്, ദേവരായ മാഷ്, ഇത്രയും പേരാണ്. എനിക്ക് തന്നെ ഭയമായി. രാത്രി തന്നെ തിരിച്ച് ഒളിച്ചു പോന്നാലെന്താന്നുള്ള തീരുമാനമുള്ളത്. പിന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് കാലാക്കൻ എൻ്റെ കൂടെ കിടന്നത്, രാത്രി ഒളിച്ചു പോരാതിരിക്കുക. പിന്നെ അതേപോലെ നടന്മാർ തന്നെ നെല്ലിക്കോട് ഭാസ്കരൻ, മണവാളം ജോസഫ്, കാലാക്ക കുമാരൻ, വർഗീസ് തിട്ടേൽ, വൈക്കം സുകുമാരൻ നായർ, കവിയൂർ പൂർണ്ണിമയായിരുന്നു എൻ്റെ നായിക ആദ്യ ഡോക്ടർ നാടകത്തിലെ. അമ്മണിയമ്മ, പെരുന്നലീലാമണി, വിജയകുമാരി, മാധവൻ്റെ ഭാര്യ വിജയകുമാരി, അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പെരുമാറും. എനിക്ക് എൻ്റെ ഭയം ഭയങ്കരമായിരുന്നു. ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോവുമല്ലേ, ആ ഭയം ഉണ്ടായിരുന്നു. ആ ഭയം ഇല്ലാതാക്കിയത് സത്യത്തിൽ മണവാളം ജോസഫും കാലാക്ക കുമാരനും കൂടിയാണ്. ആദ്യകാലത്ത് സ്റ്റേജിൽ നടീനടന്മാർ മൈക്കിന്റെ ചുവട്ടിൽ നിന്നും മാത്രം അഭിനയിക്കുകയായിരുന്നു പതിവ്. ആ രീതിക്ക് മാറ്റം വരുത്തിയ അഭിനേതാവാണ് TK ജോൺ. കഥാപാത്രങ്ങൾ പ്രതിമകളാകരുതെന്നും സ്റ്റേജിന്റെ സാധ്യതകളറിഞ്ഞ് സഞ്ചരിക്കണമെന്നും ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ജോൺ കാട്ടിയ വഴിയിലൂടെ മറ്റു കഥാപാത്രങ്ങളും സഞ്ചരിച്ചു തുടങ്ങിയതോടെ നാടകത്തിന് ചലനാത്മകമായ സൗന്ദര്യമുണ്ടായി. അഭിനേതാവായി തിളങ്ങി നിൽക്കുന്ന കാലത്ത് ജോൺ പത്രപ്രവർത്തകന്റെ വേഷവും അണിഞ്ഞു. ആ രംഗത്ത് വിജയമെഴുതാനാകാതെ പോയത് നാടകവേദിയുടെ ഭാഗ്യവുമായി. ജോൺ നാടക അരങ്ങിലേക്ക് തന്നെ മടങ്ങി വന്നു. ഒരു നടൻ പഠിച്ചിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് മൂവ്മെൻറ്റ്സ്. അത് കഴിഞ്ഞ് ഡയലോഗ് പ്രസൻറ്റേഷൻ. ഇത് രണ്ടും ഞാൻ സൂക്ഷ്മമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് മലയാള നാടകവേദിയിൽ എനിക്കുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. KT മോഹനനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്ന നാടകകൃത്ത്. സംവിധായകനും അദ്ദേഹം തന്നെ. ഒന്നാമത് ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ സ്റ്റൈല് പറഞ്ഞു തരും. ഒരു സംവിധായകൻ ചെയ്തു കൊടുക്കേണ്ടത് അതാണ്. പിന്നെ ഡയലോഗ് പ്രസൻറ്റേഷൻ, ചലന ഭംഗി, അതിനൊക്കെ KT മോഹനെ പോലെ മിടുക്കന്മാർ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആരും ഫോളോ ചെയ്തിട്ടില്ല. കഥാപാത്രങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ തന്നെ രൂപം കൊടുക്കുക, ഞാൻ തന്നെ അങ്ങനെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്.